ഹലോ എവരിവൺ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പങ്കുവയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ഈ KRP എന്ന് പറയുന്ന ഒരു ആപ്പ് നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ ദയവായിട്ട് നിങ്ങളത് സ്റ്റോപ്പ് ആക്കുക. അല്ലെങ്കിൽ നിങ്ങളതിൽ പൈസ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളത് എന്ത് ചെയ്യുക, ആ പൈസ യൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, വേറെ ആർക്കും ഇട്ട് കൊടുക്കാതിരിക്കുക. കാരണം നമ്മൾ ഇതിനെതിരെ ആരെങ്കിലും ഒരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നേരത്തെ ആയാലും എപ്പോഴായാലും ഒരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം അതിൽ വരുന്ന കണ്ണികളാണ്. അതുകൊണ്ട് തന്നെ നമുക്കും അതെന്ത് ചെയ്യാം, പ്രതിപാദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം ഈ അക്കൗണ്ടിൽ നിന്ന് വേറൊരു അക്കൗണ്ടിലോട്ട് നമ്മൾ പൈസ അയച്ചാൽ അവർക്ക് സൈബർ ക്രൈം എന്ത് ചെയ്യും, അതവിടെ അക്കൗണ്ട് ഫ്രീസാക്കും, ആ എമൗണ്ട് ഫ്രീസാക്കും. പക്ഷെ നമ്മൾ വഴി അവർക്ക് പോയി, അപ്പോൾ അക്കൗണ്ട് ഫ്രീസാക്കും. അവർക്ക് വലിയ പരിണത ഫലമില്ല, ഒരു എമൗണ്ടേ ഫ്രീസ് ആക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ ഈ ചേർന്ന ആൾക്കാർ ഇതിൽ വരുന്ന കണ്ണികളാണ്. അതുകൊണ്ട് തന്നെ അവരെ എന്ത് ചെയ്യാം, അവരെ അക്കൗണ്ട് ഫുള്ള് ഫ്രീസാക്കാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ ഗൂഗിൾ പേയിലായാലും നമ്മളിങ്ങനെ ഓരോരുത്തർക്ക് മെസ്സേജും അതുപോലെ പേയ്മെൻറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ഇതിൽ പങ്കെടുത്ത ആൾക്കാർ, അതായത് പേയ്മെൻറ്റ് അടിച്ച് ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ അവരിൽ നിന്ന് പൈസ നേടിയ ആൾക്കാർ, അതായത് ഇവരെ മണി എന്ന് പറയുന്നത് ഫ്രോഡ് മണിയാണ്. അതുകൊണ്ട് മാക്സിമം നമ്മൾ വേറെ ആരുമായിട്ട് എന്ത് ചെയ്യുക, ആ പൈസ ഇട്ട് കൊടുക്കാനോ ഒന്നും പോവല്ല. ഇത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓൺലൈൻ ജോബ് ഫേക്ക് ഫ്രോഡ് മണിയാണ് വരുന്നത്. ആ മണി എവിടെയൊക്കെ പോയിട്ടുണ്ടോ അതൊക്കെ എന്ത് ചെയ്യാം, ഫുള്ള് ഫ്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ദയവായിട്ട് ആരും ഇതിന് പോകല്ല്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാനായാലും 3 മന്തായി, ഇപ്പോഴാണ് എനിക്ക് അതിൽ നിന്നുള്ള പരിണത ഫലങ്ങൾ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദയവായിട്ട് ആരും ഇത് എടുക്കല്ല്. എടുത്തവർ ഇനി പുതിയൊരു അക്കൗണ്ട് എടുക്കുക, അല്ലാതെ ഒരു നിവൃത്തിയുമില്ല. അക്കൗണ്ടിലേക്ക് സേഫായി വെക്കുക. ഇത്രയാണ് ചെയ്യാൻ പറയാനുള്ളത്.